ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ അതിലേക്കാണ് കിട്ടിയത് ഇമ്മ്യൂണിറ്റി കാർഡ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഏറ്റവും മോശം പെർഫോമൻസില് പിന്നെ ജയിലിൽ പോയ ആളിലെല്ലാം അത് ഉണ്ടാ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഏക്കാണോ ഇപ്രാവശ്യം എല്ലാരും കൂടെ വോട്ട് ചെയ്തിരിക്കണേ? അപ്പൊ എന്ത് ഡിസിഷനാണ് നിങ്ങൾ ചെയ്യണേ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ എന്താണ് ഏറ്റവും നല്ലതായിട്ട് പെർഫോമൻസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കും. ചളമായെന്ന് തോന്നുന്നു. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ. ഉപ്പിടണം കുറച്ച്. അനേഷ് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, സാർ ഇത് പക്ക ഗ്രൂപ്പിസം തന്നെയാണ്. സത്യമായി പറയുന്നവനായി രാജാക്കന്ന് അതിലേക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് നിലപാടെടുത്തു, അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വോട്ട് നേടി. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഉറപ്പാണ് ഇത് ഗ്രൂപ്പീസ് ആണ്, ഫേവറേറ്റ്സ് ആണ്. ഞങ്ങൾക്ക് അത് എങ്ങനെ തോന്നി പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാമ്പ് എന്നറിയാ ജയിലിലേക്ക് പറഞ്ഞയച്ച ആള് എല്ലാവരും ഈ പറയുന്ന ആൾക്കാരൊക്കെ അതിലേടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഇത് ആർക്കെങ്കിലും കൊടുക്കണ്ടേ? അതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി കാർഡ് ഞാൻ സ്പൈക്കൂട്ടിന് കൊടുക്കാം. എന്നെ തേച്ചതാണല്ലേ. എന്തായാലും അത് പോട്ടെ, ഇമ്മ്യൂണിറ്റി കാർഡ് പോയി. സൂപ്പറാണ്. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. മിണ്ടില്ല ഞാൻ, പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ. DJ